ഒരിടയനായിട്ടും അരികിൽ വരാഞ്ഞവർ ഞങ്ങൾ. വഴിയും സത്യവും നീയായിരുന്നിട്ടും വഴിതെറ്റിപ്പോയവർ ഞങ്ങൾ. അഭയം നൽകുന്നോരിടയനായിട്ടും അരികിൽ വരാഞ്ഞവർ ഞങ്ങൾ. വഴിയായിരുളിൽ വരണേ നാഥ, മഴയായി മരുവിൽ വരണേ വീണ്ടും, കനലായി നാവിൽ വരണേ നാഥ, തണലായി വെയിലിൽ വരണേ വീണ്ടും. സ്വാർത്ഥതയിൽ നിറഞ്ഞന്ധര ജീവിത പാതകൾ താണ്ടുന്നു ഞങ്ങൾ. സ്വാർത്ഥതയിൽ നിറഞ്ഞന്ധര ജീവിത പാതകൾ താണ്ടുന്നു ഞങ്ങൾ. നിൻ വെളിച്ചം നൽകൂ, സൗഖ്യമാക്കൂ, ഇന്നീ ഹൃദയങ്ങളെ തൊടണേ, ഇന്നീ ഹൃദയങ്ങളെ തൊടണേ. വഴിയായി ഇരുളിൽ വരണേ നാഥ, മഴയായി മരുവിൽ വരണേ വീണ്ടും, കനലായി നാവിൽ വരണേ നാഥ, തണലായി വെയിലിൽ വരണേ വീണ്ടും. ആർത്തരായി മേവുന്ന അനാഥരാമേഴകൾ ആശ്രയമേകാതെ ഞങ്ങൾ. ആർത്തരായി മേവുന്ന അനാഥരാമേഴകൾ ആശ്രയമേകാതെ ഞങ്ങൾ. നിൻ വെളിച്ചം നൽകൂ, ശിഷ്യരാക്കൂ, ഇന്നീ ഹൃദയങ്ങളെ തൊടണേ, ഇന്നീ ഹൃദയങ്ങളെ തൊടണേ. വഴിയും സത്യവും നീയായിരുന്നിട്ടും വഴിതെറ്റിപ്പോയവർ ഞങ്ങൾ. അഭയം നൽകുന്നോരിടയനായിട്ടും അരികിൽ വരാഞ്ഞവർ ഞങ്ങൾ. വഴിയായി ഇരുളിൽ വരണേ നാഥ, മഴയായി മരുവിൽ വരണേ വീണ്ടും, കനലായി നാവിൽ വരണേ നാഥ, തണലായി വെയിലിൽ വരണേ വീണ്ടും. Thank you, Meena. Welcome, sir. Over to Koshi Talakal, sir. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിച്ചു വഴി നടത്തുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അടികൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നിന്റെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ദൈവ തേജസ്സിന്റെ പ്രകാശം നിന്നിലൂടെ ഇന്ന് അനുഭവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അടിയങ്ങൾ പാടിയതുപോലെ കർത്താവെ, വചനത്തിലൂടെ നിന്റെ പൊരുൾ തിരിച്ചറിയുവാൻ തിരുമേനി ഞങ്ങളെ സഹായിക്കണമേ. ആദ്യം ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരുന്ന് മഹത്വത്തോടും സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ആഴ്ച എബി പറയുകയുണ്ടായി, എൻ്റെ സാക്ഷ്യം ഈ ആഴ്ച കേൾക്കാം എന്ന്. എന്നാൽ നേരെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്
വചനത്തിലൂടെ, വചനധ്യാനത്തിലൂടെ അങ്ങനെ സാക്ഷ്യങ്ങളിലേക്ക് ഓരോ ആഴ്ചയും കടന്നു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി ഞാനൊരു വേദഭാഗം എടുക്കുന്നു. ഫിലിപ്പ്യർ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. രണ്ട് തരത്തിലുള്ള ആത്മീയ പ്രഭാഷണങ്ങളാണ് ഉള്ളത്. ഒന്നിന് ടെക്സ്റ്റ് സെർമൺ എന്ന് പറയും, ടെക്സ്റ്റ് സെർമൺ. മറ്റേ പ്രസംഗ ശൈലിക്ക് എക്സ്പോസിറ്ററി സെർമൺ എന്ന് പറയും. ഈ ടെക്സ്റ്റ് സെർമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വേദപുസ്തകത്തിലെ ഒരു ഭാഗമെടുത്ത്, ഒരു ചിന്തയെടുത്ത്, ക്രൂശീകരണം, റിസറക്ഷൻ, സെക്കൻഡ് കമ്മിങ്, സ്നേഹം, ദയ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എടുത്ത് അതിനാധാരമായ വേദഭാഗം എടുത്ത് ധ്യാനിക്കുന്നതാണ് ടെക്സ്റ്റ് സെർമൺ. എന്നാൽ എക്സ്പോസിറ്ററി സെർമൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് അതിനെ വിശകലനം ചെയ്യുന്ന, അതിനെ വിശദീകരിക്കുന്ന പ്രസംഗ രീതിയാണ്. പലപ്പോഴും ഏറ്റവും നമ്മളെ തെറ്റായ വഴികളിലേക്ക്, തെറ്റായ വഴികൾ എന്ന് പറയുന്നത് സന്ദർഭത്തിന് ഇണങ്ങാത്ത വിധത്തിലുള്ള ചില ചിന്തകളിലേക്കൊക്കെ നയിക്കുന്ന ഒരു പ്രസംഗ രീതിയാണ് എക്സ്പോസിറ്ററി സെർമൺ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് മോശ ഫറവോനോട് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആഹ്വാനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Let my people go so that they may celebrate a feast to me in the wilderness. മരുഭൂമിയിൽ എനിക്ക് യാഗം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക എന്നാണ് ആ വാക്യം. ഈ വാക്യം പൂർണ്ണമായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ അതിലെ ആത്മീയമായ അർത്ഥം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പൊ സോവിയറ്റ് റഷ്യ ഇല്ലല്ലോ, ഒരു കാലത്ത് 1960-കളിൽ ഈ വേദപുസ്തക വാക്യത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തു. ലെറ്റ് മൈ പീപ്പിൾ ഗോ എന്ന് പറയുന്ന ആ ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ട് 1966-ൽ 1960-ല് സോവിയറ്റ് ജൂറിയുടെ ബാനറിലുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെന്റിന്റെ, പ്രതിഷേധ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിട്ട് ഏറ്റെടുത്തു, ലെറ്റ് മൈ പീപ്പിൾ ഗോ. ഇത് വലിയ അപകടകരമായ ഒരു പ്രവണതയാണ്. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം അടർത്തിയെടുത്ത്, വേദപുസ്തക വാക്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അത് ഉപയോഗിക്കുക എന്നത്, അത് അവരുടെ മുദ്രാവാക്യമാക്കി മാറ്റി. ആ വാക്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് എന്റെ ജനത്തെ, എനിക്ക് യാഗം കഴിക്കുന്നതിന്, എന്നെ ആരാധിക്കുന്നതിന് എന്റെ ജനത്തെ
മരുഭൂമിയിലേക്ക് വിട്ടയക്കുക എന്നുള്ള, ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഭാഗം വിട്ടതിന് ശേഷം ജനത്തെ വിട്ടയക്കുക എന്ന ആ വാക്യം എടുത്തൊരു മുദ്രാവാക്യമാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റുകാർ. ലെറ്റ് മൈ പീപ്പിൾ ഗോ. ആ വാചകത്തോടു കൂടിയുള്ള ഒരു പ്രസിദ്ധമായ പാട്ടുമുണ്ടല്ലോ, ബ്ലാക്ക് മൂവ്മെന്റിന്റെ ഒരു പാട്ടുണ്ട്, ലെറ്റ് മൈ പീപ്പിൾ ഗോ. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഭാഗികമായും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും അടർത്തിയെടുത്ത് ഉപയോഗിക്കുന്ന ആ ഒരു സമ്പ്രദായം അപകടകരമായ ഒരു സമ്പ്രദായമാണ്. ഏബ്രഹാം ജോഷുവ ഹേസ്കൽ എന്ന ഒരു ജൂവിഷ് പണ്ഡിതൻ, അദ്ദേഹം ഇതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഫറവോനോട് മോശ പറഞ്ഞ വാക്കുകൾ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനത്തിന് വിധേയമായിട്ടുള്ള ഒരു വാക്യമാണ്. നമ്മൾ ഇന്ന് ചിന്തയ്ക്കായി എടുത്ത ഈ വേദഭാഗം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന ഈ വാക്യം, ഇതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും നാം എടുത്തുപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ഇതുപോലെ മറ്റു ചില വാക്യങ്ങളും തിരുവചനത്തിലുണ്ട്. ഇപ്പോ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം പ്രസിദ്ധമായ വാക്യമാണല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പലപ്പോഴും നമ്മൾ ആദ്യത്തെ ഭാഗം വിട്ടതിന് ശേഷം എല്ലാം നന്മയ്ക്കായിട്ട് ആണ് എന്ന് പറയും, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എന്നാൽ ആ വാക്യം പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാലേ പറ്റൂ. ആദ്യത്തെ ഭാഗമാണ് അതിന്റെ അടിസ്ഥാനം. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം, അതിന്റെ അർഹത ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും മാത്രമാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് പറയുന്നത് ചുമ്മാ അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ സോപ്പിടാൻ വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ്. അത് ശരിയല്ല. അതുപോലെ പല വേദപുസ്തക സന്ദർഭങ്ങളും നാം എടുത്തുപയോഗിക്കാറുണ്ട്. സന്ദർഭത്തിലും യോജിച്ചും യോജിക്കാതെയും നമ്മൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അത്തരം ഒരു പ്രയോഗമാണ് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്നുള്ള ആ പ്രയോഗം. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? എനിക്ക് താഴ്ചയിലിരിപ്പാനും, അതിന്റെ മുകളിലത്തെ വാക്യം, എനിക്ക് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ ഇതിനെല്ലാം ഞാൻ മതിയായവനാണ്. വിശന്നിരിക്കാൻ ഞാൻ മതിയായവനാണ്, തൃപ്തരായിരിക്കാൻ ഞാൻ മതിയായവനാണ്, സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും ഞാൻ മതിയായവനാണ്. എന്നെ ശക്തീകരിക്കുന്ന മുഖാന്തരം ഇതിനെല്ലാം ഞാൻ മതിയായവനാണ് എന്നാണ് ഈ വാക്യം കൊണ്ട് വിശുദ്ധ പൗലോസ് അർത്ഥമാക്കുന്നത്. ആവശ്യത്തിലിരിക്കുന്നവന്റെ ഒരു ചലഞ്ച് അല്ല ഇത്. ആവശ്യത്തിലിരിക്കുന്നവർ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അങ്ങനെ ആവശ്യത്തിലിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ആഹ്വാനമല്ല ഇത്. ഇതൊരു വീരസ്യം പറച്ചിലല്ല ഇത്. എന്തിനും കർത്താവിനെ കൂട്ടുപിടിക്കുന്നതിനുള്ള ഒരു രക്ഷാകവചമല്ല ഇത്. മറിച്ച് കഷ്ടതയെ അതിജീവിക്കുവാനും കർത്താവ് എന്നെ ശക്തീകരിക്കും എന്നാണ് അതിന്റെ ഒരർത്ഥം. കഷ്ടതയെ അതിജീവിക്കുവാനും കർത്താവ് എന്നെ സഹായിക്കും. കഷ്ടതയെ കർത്തൃശക്തിയിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ പൗലോസ്. അല്ലാതെ
അത് ഒഴിവാക്കാൻ വേണ്ടി അവൻ സഹായിക്കും എന്ന് പറയുകയല്ല. കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7-12 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്താണ് അവിടെ പറയുന്നത്? 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഏത് സാഹചര്യത്തിലും, ഇടുങ്ങിയിരിക്കുമ്പോഴും വിശാലമായിരിക്കുമ്പോഴും, ഏത് സാഹചര്യങ്ങളിലും അവൻ എനിക്ക് മതിയായവനാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടെ പൗലോസിന്റെ ഈ ചിന്തയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പൊ ഏതവസ്ഥയിലും, ദാരിദ്ര്യാവസ്ഥയാണെങ്കിലും കർത്താവ് എന്നെ ശക്തീകരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഞങ്ങളെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു സത്യം, കഷ്ടതയെ അഭിമുഖീകരിക്കുവാൻ മാത്രമല്ല കർത്താവ് നമ്മളെ ശക്തീകരിക്കേണ്ടത്. ഓർക്കുക, കഷ്ടതയെ അഭിമുഖീകരിക്കുവാൻ, അതിജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല കർത്താവ് നമ്മളെ ശക്തീകരിക്കേണ്ടത്, മറിച്ച് സംതൃപ്തി അനുഭവിക്കുവാനും കർത്താവിന്റെ കൃപ ആവശ്യമാണ്. അതാണ് പ്രധാനം. കഷ്ടതയെ നേരിടുവാൻ കർത്താവിന്റെ ശക്തി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും. എന്നാൽ നമ്മുടെ സമൃദ്ധിയെ അനുഭവിക്കുവാൻ നമ്മൾ കർത്താവിന്റെ കൃപയെ അന്വേഷിക്കാറുണ്ടോ? അവിടെ കർത്താവിനെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ്. കഷ്ടതയിൽ മാത്രം കൂട്ടുവരുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിഷ്ടം. കഷ്ടതയിൽ മാത്രം നമ്മളെ ശക്തീകരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം അന്വേഷിക്കുന്നത്. എന്നാൽ കഷ്ടത മാറി നമ്മുടെ സമൃദ്ധി വന്നു കഴിയുമ്പോൾ ആ സമൃദ്ധിയിൽ, കർത്താവെ എൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് എത്ര പേരാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് തന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ, ഈ സമൃദ്ധിയിൽ, ഈ സന്തോഷത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ദൈവകൃപ, അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്? അവിടെ ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മുടെ ചിന്ത. നമുക്ക് ദൈവത്തിന്റെ ശക്തി, കൃപ ആവശ്യമുള്ളത് നമ്മുടെ ദൈന്യതയിൽ, ക്ഷീണതയിൽ, നമ്മുടെ ഇല്ലായ്മയിൽ, വല്ലായ്മയിൽ ഒക്കെയാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യം. നമ്മുടെ സമൃദ്ധിയിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ പുരോഗതിയിൽ ഒന്നും കർത്താവിന്റെ കൃപ നമുക്ക് ആവശ്യമില്ല. കാരണം അവിടെ നമുക്കെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് കഷ്ടതയെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ കൃപ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ നാം സമൃദ്ധിയിലിരിക്കുമ്പോഴും കർത്താവിന്റെ കൃപ ആവശ്യപ്പെടേണ്ടതാണ്. ഇത് നമ്മുടെ സാമാന്യ ചിന്തയ്ക്ക് പലപ്പോഴും ഒത്തുനിൽക്കുന്ന ഒരു ചിന്തയല്ല. പക്ഷെ പൗലോസിന്റെ ചിന്ത ഇങ്ങനെയാണ്. കഷ്ടതയിൽ ശക്തീകരിക്കുന്നവന്റെ സാന്നിധ്യം ആവശ്യപ്പെടും പോലെ തന്നെ സമ്പന്നതയിലും ആ ശക്തീകരിക്കുന്നവന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. എന്നാൽ സാധാരണ വിശ്വാസികൾക്ക് പലപ്പോഴും ഈ ഒരു ചിന്തയുണ്ടാവുന്നില്ല.
അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടാവുന്നില്ല. എന്തിനാണ് അവിടെ? എന്നാൽ എൻ്റെ പണം വിനിയോഗിക്കുന്നതിൽ കർത്താവേ നിന്റെ കൃപ എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഈ സന്തോഷകരമായ സാഹചര്യം ഞാൻ വിനിയോഗിക്കുന്നതിൽ കർത്താവേ നിന്റെ കൃപ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് സമൃദ്ധമായി തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയുന്നതിന് കർത്താവേ നിന്റെ കൃപ എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ സമൃദ്ധിയെ മാനേജ് ചെയ്യുവാൻ, നമ്മുടെ നിറവിനെ മാനേജ് ചെയ്യുവാൻ, നിയന്ത്രിക്കുവാൻ, ഉപയോഗിക്കുവാനുള്ള കൃപ, തക്കതായ കൃപ എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാൻ. എൻ്റെ സമൃദ്ധിയിലും എൻ്റെ ദാരിദ്ര്യത്തിലും എന്നെ ശക്തനാക്കുന്നവൻ നീയാണ് എന്നർത്ഥം. അല്ലാതെ എൻ്റെ ദാരിദ്ര്യത്തിൽ, എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തീകരിക്കുന്നവൻ നീ മാത്രം എന്നല്ല അതിന്റെ അർത്ഥം. എൻ്റെ സമൃദ്ധിയിലും എന്നെ ശക്തീകരിക്കുന്നവൻ അവിടുന്നാണ് എന്നുള്ള അർത്ഥം. ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ വാക്യത്തിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ ഈ വാക്യം അർത്ഥപൂർണമായി മാറുകയുള്ളൂ. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലത്തിനും കഴിയും എന്ന് പറയുമ്പോൾ കർത്താവേ എൻ്റെ ദാരിദ്ര്യത്തിൽ മാത്രമല്ല, എൻ്റെ ബലഹീനതയിൽ മാത്രമല്ല, എൻ്റെ സമൃദ്ധിയിലും എൻ്റെ ദാരിദ്ര്യത്തിലും എന്നെ ശക്തനാക്കുന്നവൻ നീ മാത്രമാണ് എന്നോർക്കണം എന്ന് പ്രാർത്ഥിക്കണം. അത്തരത്തിലുള്ള ഒരു ചിന്ത ഈ വാക്യത്തിലൂടെ പുലർത്തുവാൻ തുടർന്നുള്ള കാലങ്ങളിൽ നമുക്കിടയാവണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു ജീവിത സാഹചര്യത്തെ ഇന്ന് നിങ്ങളോട് പങ്കിടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1996 1996 ഞാനും കുഞ്ഞുമോളും അമേരിക്കയിലേക്ക് പോരുന്നത്. എൻ്റെ മക്കളായ ചേസിനും റേസിനും അന്ന് 21 വയസ്സ് കഴിഞ്ഞു പോയത് കൊണ്ട് അവർക്ക് വിസ കിട്ടിയില്ല. അപ്പൊ അവരെ വീട്ടിൽ തനിച്ച് വിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയിലേക്ക് ഒരു വിധത്തിൽ അവരുടെ നിർബന്ധം കൊണ്ട് കൂടെ പോകുന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് 6 മാസത്തെ അവധി എടുത്തുകൊണ്ടാണ് പോകുന്നത്. കോളേജിൽ എനിക്ക് അഡ്വൈസ് തന്നത് 6 മാസത്തെ ലീവ് അനുവദിക്കാൻ മാനേജർക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ 6 മാസത്തെ ലീവ് എടുത്തുകൊണ്ട് വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മടങ്ങി അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തി കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സൂപ്രണ്ട് എന്നോട് പറയുകയാണ്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് ആ മനുഷ്യൻ. എന്നോട് പറയുകയാണ്, സാർ 3 മാസത്തെ ലീവേ സാങ്ഷൻ ആയിട്ടുള്ളൂ, 3 മാസം ബ്രേക്കായി. ഞാൻ പറഞ്ഞു, 3 മാസം അല്ല 6 മാസം എനിക്ക് ലീവ് അനുവദിക്കാൻ മാനേജർക്ക് കഴിവുണ്ട്, അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ 6 മാസത്തേക്ക് ലീവ് അപ്ലൈ ചെയ്തിട്ട് പോയത്. എനിക്ക് 3 മാസമേ ലീവ് അനുവദിച്ചുള്ളൂ എങ്കിൽ ദയവായി എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ 3 മാസം തികയുന്നതിന് മുമ്പേ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമായിരുന്നല്ലോ, ഈ ബ്രേക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സംഭവിച്ചത് എന്താണ്? ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എഴുതി കൊടുത്തു. പക്ഷേ AG ഓഫീസിൽ എൻ്റെ പെൻഷൻ തടഞ്ഞു. കാരണം 3 മാസത്തെ ബ്രേക്ക് കൺഡോൺ ചെയ്യാതെ പെൻഷൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്. ഏതാണ്ട് 10-15 വർഷത്തോളം പെൻഷൻ ഇല്ലാതെ, പെൻഷൻ കിട്ടാതെ, ഈ 3 മാസത്തെ ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു. പല വിധത്തിലും പരിശ്രമിച്ചു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന
ശ്രീ ഉമ്മൻചാണ്ടി, ബാലജനസഖ്യം മുതൽ ഞങ്ങൾ സ്നേഹിതരാണ്. ഉമ്മൻചാണ്ടി എന്നേക്കാൾ ഒരു വയസ്സ് മൂത്തതാണെങ്കിലും ഞാൻ രൂപീകരിച്ച ചാച്ച ബാലജനസഖ്യം എന്ന് പറഞ്ഞ ബാലജനസഖ്യത്തിന് സഹകാരിയായിട്ടാണ് ഞാൻ ഉമ്മൻചാണ്ടിയെ കാണുന്നത്. അന്ന് ഉമ്മൻചാണ്ടി ബാലജനസഖ്യത്തിന്റെ പ്രസിഡന്റാണ് ആ വർഷം. അപ്പൊ 18 വയസ്സായി എന്നുള്ളത് കൊണ്ട് ഞാൻ സഹകാരിയായി. പക്ഷേ എന്നെക്കാളും മൂത്തയാൾ അന്ന് ബാലജനസഖ്യത്തിന്റെ പ്രസിഡന്റായിട്ട് വിരാജിക്കുകയാണ്. പക്ഷെ അന്ന് മുതൽ സ്നേഹമാണ്. ഉമ്മൻചാണ്ടിയും അന്ന് ഓഫീസ് ബോയ് ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു കല്ലാരി കൊച്ചൻ, ഇവരെയൊക്കെ ആ കാലം മുതലേ അറിയാം. KC ജോസഫ് ഒക്കെ അറിയാം. അതുകൊണ്ട് ആ കാലം മുതൽ, അത് കഴിഞ്ഞ് കോൺഗ്രസിൽ വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസിലൊക്കെ ഞാൻ ചെങ്ങന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം, പിന്നെ മാവേലിക്കര കോളേജിൽ നടന്ന പ്രസിദ്ധമെന്നും കുപ്രസിദ്ധമെന്നും വ്യത്യസ്തമായി പറയുന്ന മോഹനക്കുറുപ്പ് സമരം 3 മാസം 103 ദിവസം ബിഷപ്പ്മൂർ കോളേജ് അടപ്പിച്ചിട്ട് ഞാൻ നടത്തിയ മഹാസമരം, ഞാൻ അവിടുത്തെ അധ്യാപകനായിരിക്കെ തന്നെ ഞാൻ നയിച്ച ഒരു സമരം, മെറിറ്റ് അഡ്മിഷൻ ആരംഭിക്കുന്ന ആ വർഷം ഞങ്ങളുടെ പ്രിൻസിപ്പല് മെറിറ്റ് വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ നടത്തിയ ഒരു സമരമാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ വളരെ അടുത്ത് ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ ഈ ആവശ്യം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്ന് ശർമ്മയാണ്. ശർമ്മയും ഞാനും അതുപോലെ സ്നേഹിതരാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ശർമ്മയോട് പറഞ്ഞു, കോശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എത്രയും വേഗം എന്ന് പറഞ്ഞ് ശർമ്മയെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ശർമ്മയോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അമേരിക്കയിൽ മടങ്ങി, ഒരു അവധി കഴിഞ്ഞ് മടങ്ങി വന്നു. കുഞ്ഞുങ്ങളെ ശർമ്മയെ പലപ്പോഴും കണ്ടു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ നിരാശനായി ഞാൻ ആ പ്രശ്നം ഉപേക്ഷിക്കുകയാണ്. വേണ്ട, ഇനി ആ പെൻഷൻ വേണ്ട എന്ന്. ഓർക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ തരുന്ന UGCയുടെ പെൻഷനാണ്. UGC ശമ്പള സ്കെയിലിന് വേണ്ടി സമരം ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ആ UGCയുടെ പെൻഷൻ എനിക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ, സാങ്കേതികമായി നിഷേധിക്കപ്പെട്ടപ്പോൾ വേദനയുണ്ടായി എങ്കിൽ പോലും ഇനിയും ഇതിന്റെ പിന്നാലെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അത് ഞാൻ ഉപേക്ഷിച്ചു. 2010 14 വർഷത്തെ അമേരിക്കൻ ജീവിതത്തിന് ശേഷം ഞാനും ഭാര്യയും മടങ്ങി ട്രിവാൻഡ്രത്ത് വന്നു. കുഞ്ഞുങ്ങളുടെ നിർബന്ധം കൊണ്ടാണ്. ഇനി ഈ മഞ്ഞും തണുപ്പും കൊണ്ട് അവിടെ കിടക്കണ്ട, ഞങ്ങൾ വരുന്നെങ്കിൽ ഏതെങ്കിലും കാര്യത്ത് വരുന്നെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ആകുന്നില്ല എന്ന് കണ്ട് നിരാശപ്പെട്ടാണ് ഞങ്ങൾ എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നത്. എനിക്കൊരു വീടുണ്ടായിരുന്നു അമേരിക്കയിൽ സ്വന്തമായി. പക്ഷേ ആ വീട് 1 വർഷത്തോളം മാർക്കറ്റിൽ വിൽപ്പനയ്ക്കിട്ടെങ്കിലും ആ റിസഷൻ പീരീഡിൽ 2009-10 വർഷങ്ങളൊക്കെ ഒരു റിസഷനുള്ള സമയമായിരുന്നു. അതുകൊണ്ട് 1 വർഷം മുഴുവൻ അത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ആ വീട് വിൽക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ വീട് ബാങ്കിന് സറണ്ടർ ചെയ്തതിന് ശേഷം വെറും കൈയുമായി 14 വർഷത്തെ ജീവിതത്തിന് ശേഷം ഞാൻ അമേരിക്കയിൽ നിന്ന് മടങ്ങി വീട്ടിലെത്തി. 5 വർഷം അവിടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം വന്നു. അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, അവർക്ക് വിസ കിട്ടി. മടങ്ങി അമേരിക്കയിലേക്ക് പോരുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ കുറവൻകോണത്തുള്ള വീട് എന്തു ചെയ്യും, അത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് പരസ്യം ചെയ്തു. പലരും വീടിന് വന്നു. ചിലരുടെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പലർക്കും അതുകൊണ്ട് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നു, വീട് അന്വേഷിച്ചു. അദ്ദേഹം ബാപ്റ്റിസ്റ്റ് സഭ മെമ്പറാണ്, സ്വതന്ത്ര സുവിശേഷകനാണ്. 10-30 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. അവിടെ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയാണ്. ബാപ്റ്റിസ്റ്റുകാരുടെ ഒരു ബൈബിൾ കോളേജിൽ ട്രിവാൻഡ്രത്ത് പഠിപ്പിക്കുകയാണ്.
വീട് കിട്ടാത്തത് കൊണ്ട് ആ കോളേജിന്റെ ഒരു റൂമിൽ അവർ ഭാര്യയും ഭർത്താവും ഒരു മകനും താമസിക്കും. അവരുടെ വരുമാനത്തിനനുസരിച്ച് ഒരു വീട് അവർക്ക് വേണം, അത് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ വീടിന്റെ കഥ അറിഞ്ഞ് അവിടെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 15,000 രൂപയെങ്കിലും വാടക വേണം, 25,000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് തരികയും വേണം എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരൻ കുറെ നേരം മിണ്ടാതിരുന്നിട്ട് തല കുനിച്ചിരുന്നിട്ട് ഒടുവിൽ എന്നോട് പറഞ്ഞു, അങ്കിളെ, എനിക്ക് വീട് വേണ്ട. ഞാൻ ചോദിച്ചാ എന്താ? എനിക്ക് 15,000 രൂപ വാടക തരാനില്ല. 8,000 രൂപയാണ് എനിക്ക് കോളേജിൽ നിന്ന് ശമ്പളം കിട്ടുന്നത്. അതും എല്ലാ മാസവും കൃത്യമായി കിട്ടാറില്ല. അതുകൊണ്ട് അത് തരാനില്ല. 25,000 രൂപ ഡെപ്പോസിറ്റ് തരാനുമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, എന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഈ വാടക ചോദിച്ചത്, അല്ലെങ്കിൽ ഞാൻ സൗജന്യമായി വീട് തരുമായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താ, അമേരിക്കയിൽ ജീവിക്കുന്ന അങ്കിളിന് എത്ര ബുദ്ധിമുട്ട്? അപ്പോൾ ഞാൻ എൻ്റെ പെൻഷന്റെ കഥയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടുന്ന് കിട്ടുന്ന, അമേരിക്കയിൽ കിട്ടുന്ന തുച്ഛമായ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കിട്ടേണ്ട പെൻഷൻ കിട്ടുന്നില്ല. 50,000 രൂപയിൽ കൂടുതൽ അന്നത്തെ കണക്ക് വെച്ച് കിട്ടുമായിരുന്നു UGC പെൻഷൻ. അതെനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അവസാനം യാത്ര പറഞ്ഞ് പിരിയാൻ നേരം എന്നോട് പറഞ്ഞു, അങ്കിളെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു. സിബി എന്നാണ് ആ സഹോദരന്റെ പേര്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ദൈവം സംസാരിക്കുന്നു, അങ്കിള് അധികാരികളെ കാണണം എന്ന്. ഞാന് അബ്രഹാം സാറയൊക്കെ ചിരിച്ചതുപോലെ ഒരു ചിരി ചിരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഏത് അധികാരിയാണ് കാണേണ്ടത്? ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയെക്കാളും വലിയൊരു അധികാരിയില്ലല്ലോ. അദ്ദേഹത്തെ വരെ ഞാൻ കണ്ടത്. യാതൊരു പ്രയോജനം ഉണ്ടായില്ല ഈ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് ഇനി അതിനപ്പുറത്തൊരു അധികാരിയെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരാളില്ലല്ലോ. അതുകൊണ്ട് ആ നിർദ്ദേശം എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ ചെറുപ്പക്കാരൻ പിന്നെയും പറയുകയാണ്, അങ്കിൾ ഒരു അധികാരിയെ കാണണം. അവൻ പോയി കഴിഞ്ഞ് അന്ന് രാത്രി ഞാനും കുഞ്ഞുമോളും ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു വലിയ ചിന്താഭാരം. എടാ, വാടക കൊടുക്കാൻ പൈസയില്ലാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനും ഭാര്യയും ഒരു മോനും കോളേജിന്റെ ഒരു റൂമിൽ അവർ ഒതുങ്ങിക്കൂടുകയാണല്ലോ. നാളെ നമുക്കും ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമ്മളും ബുദ്ധിമുട്ടുന്ന അനുഭവം നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ആ കൊച്ചന് വീട് കൊടുക്കാം, നമുക്ക് വാടകയൊന്നും വേണ്ട, അവന് വീട് കൊടുക്കാം എന്ന് ഞങ്ങൾ രാത്രി തീരുമാനിച്ചു. രാവിലെ ഞാൻ ആ സിബിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സിബിക്ക് വീട് തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അയ്യോ അങ്കിളെ, എനിക്ക് വാടക തരാനില്ല. ഞാൻ പറഞ്ഞു, വാടക വേണ്ടെങ്കിലും. സിബി വരാൻ പറഞ്ഞു. വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട് നോക്കണം, അത് മാത്രമേ ഉള്ളൂ വ്യവസ്ഥ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പോഴും അവൻ പറയുകയാണ്, രാത്രിയിലും ദൈവം എന്നോട് സംസാരിച്ചു, അങ്കിൾ അധികാരികളെ കാണണം. അവൻ പറഞ്ഞ് മടങ്ങിപ്പോയി. ഞാൻ ഓർത്തു, പിന്നെയും ദൈവശബ്ദം ഇങ്ങനെയാണ് കേൾക്കുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ, ഏത് അധികാരിയെ കാണണം, എവിടെ തുടങ്ങണം എന്നൊരു നിശ്ചയമില്ല. ഉടനെ എൻ്റെ മോള് രഞ്ജിനി, ചേസിന്റെ വൈഫ്, പറഞ്ഞു, ഡാഡി, എൻ്റെ കൂടെ പഠിച്ചതാണ് E.T. മുഹമ്മദ് ബഷീറിന്റെ മകൻ. ഞാൻ അവനെ വിളിച്ച് അവന്റെ ഫാദറിനൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരാം, നമുക്ക് അങ്ങനെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ മുസ്ലിം ലീഗിന്റെ കയ്യിലാണല്ലോ എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് E.T. മുഹമ്മദ് ബഷീറിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവനെ വിളിച്ചു, ആ കൊച്ചിനെ വിളിച്ചു. അവന്റെ ബാപ്പായ്ക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നു. ഞാനും മോനും കൂടെ
ഞങ്ങളുടെ എല്ലാ പേപ്പേഴ്സുമായിട്ട് ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നു. E.T. അവിടെ ഏകനായി ഇരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ചെന്നപ്പോൾ. ഞാൻ ഈ പേപ്പേഴ്സ് എല്ലാം കൊടുത്തു. അദ്ദേഹമൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കേസ് 3 മാസത്തിന്റെ പേരിൽ മുടങ്ങിപ്പോയി ഇത്രയും വർഷം എന്ന് ചോദിച്ചു. 15 വർഷത്തിൽ കൂടുതലായി. ഞാനിപ്പോൾ തന്നെ മിനിസ്റ്റർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരാം, ഉടനെ പോയി മിനിസ്റ്ററെ കാണണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മിനിസ്റ്ററെ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞങ്ങൾ മിനിസ്റ്ററുടെ റൂമിലേക്ക് പോയി. ഞാൻ ഈ മന്ത്രിമാരൊക്കെ അടുത്ത് ജീവിച്ചിരുന്ന കുറവൻകോണത്ത് ബെയിൻസ് കോമ്പൗണ്ടിലാണ് ഞാൻ കുറെ വർഷങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ആ പ്രദേശങ്ങളൊക്കെ നല്ല നിശ്ചയമാണ്. മന്ത്രിമാരുടെ മന്ദിരങ്ങളിൽ എപ്പോഴും തിരക്കാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബിന്റെ മന്ത്രിമന്ദിരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനുമില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കുകയാണ്, ആരുമില്ല. ഞാൻ എൻ്റെ ഈ പേപ്പറെല്ലാം കൊടുത്തു. അപ്പം E.T. വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇതെല്ലാം നോക്കിയിട്ട് ഇറ്റ് ഈസ് സോ ഡിസേർവിങ്, എന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 മാസത്തെ ബ്രേക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഒരു സെക്കൻഡ് ആലോചിച്ചതിന് ശേഷം അങ്ങയുടെ ആ പച്ച പേന എടുത്ത് അതിന്റെ സൈഡിൽ എഴുതിയ പേപ്പറിന്റെ സൈഡിൽ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒരു കൊറി എന്നോട് പറഞ്ഞു, ഈ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പോയി കാണണം, അദ്ദേഹം സഹായിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, ഞങ്ങൾ ആ പേപ്പറുമായിട്ട് ഇറങ്ങി. ഞാൻ ഓർത്തു, രാഷ്ട്രീയക്കാരനായിരുന്ന കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എന്റെ ആവശ്യത്തിന് ജീവിതത്തിൽ ആദ്യമായി സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങണമല്ലോ എന്നോർത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി. എങ്കിലും ആവശ്യമല്ലേ, അതുകൊണ്ട് പോകാം എന്ന് ധരിച്ച് ഞാനും മോനും കൂടെ അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിൽ പോയി വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാം. അവസാനം മുറി കണ്ടുപിടിച്ചു. ഹാഫ് ഡോറിൽ നോക്ക് ചെയ്തു, അകത്തി എല്ലാം പറഞ്ഞു, അകത്തി ചെന്നു. ഒരു മധ്യപ്രായം കഴിഞ്ഞ ഒരു മനുഷ്യൻ, വെളുത്ത ഒരു മനുഷ്യൻ. ഞാൻ ചെന്നപ്പോൾ ഇരിക്കാനൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്നു. ഞാൻ ഈ പേപ്പേഴ്സ് എല്ലാം കൊടുത്തു. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, സാറിന്റെ പേരെന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ആ പേപ്പറിലുണ്ടല്ലോ, എൻ്റെ ഒഫീഷ്യൽ നെയിം PJ കോശി എന്നാണ്. PJ കോശി എനിക്കും പ്രിൻസിപ്പലിന് മാത്രം അറിയാവുന്ന ഒരു പേരാണ്. 18ാമത്തെ വയസ്സിൽ പൊതുജീവിതം ആരംഭിച്ച കാലം മുതൽ ഞാൻ അറിയപ്പെടുന്ന കോശി തലയ്ക്കൽ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, PJ കോശി എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ്, സാറിന് വേറെ വല്ല പേരും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, PJ കോശി എന്നുള്ള പേര് എനിക്കും പ്രിൻസിപ്പലിനെ അറിയാവും. ഞാൻ അറിയപ്പെടുന്നത് കോശി തലയ്ക്കൽ എന്നാണ് കോളേജിലും സമൂഹത്തിലും എന്ന് പറഞ്ഞു. കോശി തലയ്ക്കൽ എന്ന പേര് കേട്ടപ്പോൾ ഈ മനുഷ്യൻ അയാളുടെ കസേരയിൽ നിന്ന് ചാടി എണീറ്റു. കൂപ്പ് കൈയുമായി ചാടി എണീറ്റ് എന്നോട് ചോദിക്കുകയാണ്, കോശി തലയ്ക്കൽ സാറാണോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ. എന്നെ അറിയുമോ? അറിയും സാറേ. സാറിന് എന്നെ ഓർമ്മ ഉണ്ടാവില്ല, 10-40 വർഷം കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു, എങ്ങനെ അറിയുമെന്നാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ബിഷപ്പൂർ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണ്. 1972 മോഹനക്കുറുപ്പ് സമരം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ എഡിറ്റർ സ്ഥാനത്തേക്ക് KSU കാൻഡിഡേറ്റായി മത്സരിച്ച ഒരു നസീറിനെ സാറിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല ഓർമ്മയുണ്ട് നസീറിനെ. അന്ന് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. അവരുടെ സ്ഥാനാർത്ഥിത്വം നിർണയിക്കുന്നതൊക്കെ ഞാനായിരുന്നു. അതുകൊണ്ട് നസീറിനെ എനിക്കറിയാം എന്ന് പറഞ്ഞു. സാറേ, ഞാൻ ആ നസീറാണ്. ഞാൻ പറഞ്ഞു, നസീറെ, ഇതാണ് പ്രശ്നം. സാറ് എനിക്ക് നാളെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകണം. ഉടനെ നസീർ പറഞ്ഞു, സാറ് ധൈര്യമായിട്ട് നാളെ പൊയ്ക്കുള്ളൂ. ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ ഞാൻ സാറിന്റെ പെൻഷൻ ഓർഡറാക്കും എന്ന് പറഞ്ഞു. എന്നെ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു. ഞാൻ മടങ്ങി അമേരിക്കയിലെത്തി.
2 മാസം ഞാൻ വെയിറ്റ് ചെയ്തില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് രാവിലെ ഒരു കോൾ. ഞാൻ കോൾ എടുത്തു. സാർ, നസീറാണ്. എന്താണ് നസീർ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല സാർ, സാറിന്റെ പെൻഷൻ അനുവദിച്ചു. സാറിനി വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. 10-18 വർഷത്തെ അറിയേഴ്സ് എല്ലാം എഴുതാൻ പരിചയമുള്ള ആരെങ്കിലും അത് ഏൽപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സാറ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവത്തിന്റെ വഴി എത്ര അത്ഭുതകരമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. ദൈവം നമ്മുടെ കഷ്ടതയിൽ നമ്മളെ ശക്തീകരിക്കുന്നവൻ. വേദനയുടെ മധ്യത്തിൽ കർത്താവേ, നീ നിന്റെ കൃപയാൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവനെ അത്ഭുതകരമായി അവന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ മടങ്ങി അമേരിക്കയിൽ നിന്ന് വീണ്ടും നാട്ടിലെത്തി. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞിരുന്നു, മോനെ, ആരെങ്കിലും ഈ ബില്ല് എഴുതാൻ കഴിയുള്ള ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം എന്ന്. അവന് ട്രിവാൻഡ്രത്തൊക്കെ അന്വേഷിച്ച് ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു. ഒരു ഡോക്ടർ, ഒരു KJ ജോർജ്. അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഇത് ആർക്ക് വേണ്ടിയാണ്? അതെന്റെ സഹോദരനാണ്. അദ്ദേഹം എവിടെയാണ്? അമേരിക്കയിലാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇതിന്റെ പ്രതിഫലം എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അന്നേരമാണ് അമേരിക്കയിലാണ് എന്നുള്ള വിവരമൊക്കെ അറിയുന്നത്. സഹോദരന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവനും ഇതുപോലെ PJ കോശി എന്നാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ സഹോദരൻ അറിയപ്പെടുന്നത് കോശിത്തലയ്ക്കൽ എന്നാണ്. കോശിത്തലയ്ക്കലോ എന്ന് ആ മനുഷ്യൻ ഉടനെ ചോദിച്ചു. അതെ, അദ്ദേഹത്തിന്റെ ഒത്തിരി പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വളരെ ഇഷ്ടമാണ് കോശിത്തലയ്ക്കൽ സാറിന്റെ പ്രസംഗം. കോശിത്തലയ്ക്കൽ സാറിന് വേണ്ടിയാണ് ഇത് എഴുതേണ്ടെങ്കിൽ എനിക്കൊരു പൈസയും വേണ്ട. ഞാൻ മടങ്ങി വന്ന് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ആ മനുഷ്യനെ പോയി കണ്ടു. എന്നോടൊപ്പം എല്ലാ ഓഫീസുകളിലും അദ്ദേഹം വന്നു. അദ്ദേഹത്തെ ഓഫീസിലുള്ള ജീവനക്കാർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന കണ്ടപ്പോഴാണ് ഈ മനുഷ്യൻ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹം പഠിപ്പിക്കാത്ത ആരും സർക്കാർ ഉദ്യോഗത്തിൽ കേരളത്തിലില്ല. ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. അത്ഭുതകരമായ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റി. സിബിയുടെ വാക്ക്, ദൈവത്തോട് ദൈവം സംസാരിച്ച വാക്കുകൾ, അധികാരികളെ കാണണം. ദൈവശബ്ദം പലപ്പോഴും നമുക്ക് അപരിചിതമാണ്, നാം തിരിച്ചറിയാറില്ല. എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവം നമ്മെ നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഈ പെൻഷനൊക്കെ അനുവദിച്ച് കിട്ടി. രാത്രിയിൽ എൻ്റെ കൊച്ചുമോന്റെ ഫ്ലാറ്റിൽ ഞാൻ വന്ന് ഇരിക്കുമ്പോൾ രാത്രിയാമങ്ങളിൽ അറിയാതെ എൻ്റെ നാവിൽ വന്ന ഒരു പാട്ടുണ്ട്. ഇടയനായി കരുതലായി എൻ്റെ വഴികളിൽ ഒരുവനെയുള്ള എൻ്റെ യേശു എന്ന് പറയുന്ന ആ പാട്ട് പാടി ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇടയനായി കരുതലായി എൻ്റെ വഴികളിൽ ഒരുവനെയുള്ള എൻ്റെ യേശു, അവനിൽ ജീവിക്കും നാൾ വരെ ചാരത്ത് മരുമെന്നരുളിയോനേശു, അവനിൽ ജീവിക്കും നാൾ വരെ ചാരത്ത് മരുവുമെന്നരുളിയോനേശു. ഇടയനായി കരുതലായി എൻ്റെ വഴികളിൽ ഒരുവനെയുള്ള എൻ്റെ യേശു, ജീവിതാഭാരങ്ങൾ നിറയുമ്പോൾ വഴികളിൽ ഇടറുമ്പോൾ അരികിലുണ്ടേശു, ജീവിതാഭാരങ്ങൾ നിറയുമ്പോൾ വഴികളിൽ ഇടറുമ്പോൾ അരികിലുണ്ടേശു,
കനിവോടെ കരം പിടിച്ചറിയാത്ത വഴിയൂടെ നടത്തുന്ന വഴിയാകുമേശു. കനിവോടെ കരം പിടിച്ചറിയാത്ത വഴിയൂടെ നടത്തുന്നു വഴിയാകുമേശു. ഇടയനായി കരുതലായി എൻ്റെ വഴികളിൽ ഒരുവരെയുള്ളെൻ്റെ യേശു. അവനിൽ ജീവിക്കും നാൾ വരെ ചാരത്ത് മരുവുമെന്നരുളിയോനേശു. അവനിൽ ജീവിക്കും നാൾ വരെ ചാരത്ത് മരുവുമെന്നരുളിയോനേശു. ഇടയനായി കരുതലായി എൻ്റെ വഴികളിൽ ഒരുവനെയുള്ളെൻ്റെ യേശു. ഈ സാക്ഷ്യം നിങ്ങളെ ശക്തീകരിക്കട്ടെ. നമുക്കും ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കാം. ഞാൻ ഈ വാക്യം വീണ്ടും ആവർത്തിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. മേരിക്കുട്ടി ആന്റി. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ. അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ. അവനേകനായകനേ, അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമാണ്. അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമാണ്. അവൻ ചിറകിൽ എനിക്കഭയം, അവൻ ചിറകിൽ എനിക്കഭയം. അവൻ മാത്രമെന്നഭയം. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ. അവനേകനായകനേ, കർത്തനെന്റെ സന്തോഷവും കർത്തനെന്റെ സംഗീതവും. കർത്തനെന്റെ സന്തോഷവും കർത്തനെന്റെ സംഗീതവും. അവൻ കൃപകൾ അവൻ ദയകൾ, അവൻ കൃപകൾ അവൻ ദയകൾ. ദിനം തോറുമെൻ സ്തുതികൾ. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ. അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ. അവനേകനായകനേ. ഈ പാട്ടും കോശി തലക്കൽ സാറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്റെ പാട്ടാണത്. ഞാൻ കോൺഷ്യസ് ആയിട്ട് എടുത്തതല്ല എന്നാണ് എന്റെ ഓർമ്മ. സാറിന്റെ പാട്ട്, സാറിന്റെ അനുഭവങ്ങൾ കേട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നു. അതെ അതെ, സാർ എഴുതിയ പാട്ടാണ്. അതെ. ആർക്കെങ്കിലും എന്തെങ്കിലും അത് പാടാൻ സാധിച്ചത് സന്തോഷം സാറേ.
വളരെ സന്തോഷം. ഞാൻ ഓർക്കുകയായിരുന്നു അത് ഇന്നത്തെ സാക്ഷ്യത്തോട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ് വാസ്തവത്തിൽ. അതിനൊക്കെ വർഷം മുമ്പേ എഴുതിയ പാട്ടാണ്, വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയ പാട്ടാണ്. ശരി. മേരിക്കുട്ടി ആന്റി UK എന്നാണ് പാടുന്നത്. അത് ശരി. PC തോമസ് സാറേ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ കൊച്ചി തെളിക്കൽ സാറുമായിട്ട്? തലക്കൽ സാറ് ഫാത്തിമ കോളേജിലെ EU-ലെ PC തോമസാ. അത് ശരി. സാറ് ബിഷപ്പ് കോളേജിലെ EU-ന്റെ മീറ്റിങ്ങിന് വന്നിട്ടില്ലേ? അതെ അതെ, പിന്നെ നമ്മള് സാറിനെ ഞാൻ കൊല്ലത്തും കൊണ്ടുപോയിട്ടില്ലയോ? അതെ അതെ, സ്തോത്രം സ്തോത്രം. ഇവരെല്ലാം എല്ലാം പഴയ അന്നത്തെ വിദ്യാർത്ഥികളല്ലേ? അതെ അതെ അതെ, അവര് എത്ര ഭാഗ്യം ഇന്നും വിശ്വാസത്തിലും സാക്ഷ്യത്തിലും നിലനിൽക്കാൻ ദൈവം ഇടയാക്കുന്നില്ലേ? ഞങ്ങള് കഴിഞ്ഞ 2 ആഴ്ച ത്രിപുരയിലായിരുന്നു, ഞാനും വൈഫൂടെ മിനിസ്ട്രിക്ക്. ദൈവം ആരോഗ്യവും കൃപയും തരുന്നു, ഓടുന്നു. ഇതിപ്പോ 70 ആയി. ശക്തീകരിക്കുന്നു. ഇനിയും ഒക്ടോബർ അവിടെ തണുപ്പ് കൂടുന്നു, അതുകൊണ്ട് പോരുന്നു. ഒക്ടോബർ നവംബറിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെയൊക്കെ എങ്ങനെയുണ്ട്? നല്ല പ്രതികരണമാണ് സാറ്, നല്ല പ്രതികരണം. നമ്മള് കേൾക്കുന്നതൊക്കെ ശരിയാണല്ലേ? ട്രൈബൽ ഏരിയയിലെ നല്ല റെസ്പോൺസാണ്, കുഴപ്പമില്ല. അവിടെ ഒരു വില്ലേജ് ലീഡറിന്റെ മകൻ അവിടെ ഒരു സ്കൂള് തുടങ്ങി. നമ്മുടെ EU-ലൊക്കെ ഉള്ള ജോൺ സക്രിയ സാറാണ് അതിന്റെ ഹെൽപ്പ്. അതുകൊണ്ട് അവിടെ ഞാൻ ഫസ്റ്റ് ഡേയില് 7ഉം 8ഉം ക്ലാസ്സിലെ പിള്ളേർക്ക് ക്ലാസ് എടുത്തു. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഒരു റെസ്പോൺസ് നമുക്ക്. അത് ഞാൻ ചെന്ന വ്യാഴാഴ്ച ഞങ്ങൾ ചെന്നു. വെള്ളിയാഴ്ച ടീച്ചേഴ്സ് മീറ്റിംഗ്, ഒരു ബുദ്ധിസ്റ്റ് ടീച്ചറും ഒരു ഹിന്ദു ടീച്ചറും. അന്നേരം ഇത്തിരി ഗെയിംസും ഒക്കെ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ, ഗെയിംസ് ആനിമേഷൻസ് ഒക്കെ ഉപയോഗിച്ച. ഞാൻ പറഞ്ഞത് സ്റ്റുഡന്റ് പ്രോബ്ലം, ദേ ഡോണ്ട് ഹാവ് ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ലോർഡ്. അതാണ് അവരുടെ പ്രോബ്ലം. അന്നേരം എവരുടെയും പ്രോബ്ലം ഇതല്ലേ? അതെ അതെ. ഞായറാഴ്ച ഹിന്ദു ലേഡി ആ പള്ളിയിലെ ആരാധനയ്ക്ക് കൈ ഉയർത്തി ആരാധിക്കുന്നു. അത്ര നമ്മളിവിടെ ഒന്നും അങ്ങനെ ഒരു റെസ്പോൺസ് ഇമ്മീഡിയറ്റ് ആയിട്ടേ പ്രതീക്ഷിക്കാൻ പ്രയാസമല്ലേ. ഞാൻ പോരുന്നതിന്റെ തലേ രാത്രിയില് ഹോസ്റ്റലിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി 7:45 മുതൽ 8:30 വരെ മീറ്റിംഗ് നടത്തി. 8:30 ആയപ്പോൾ ബഹളമായി, നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ചെറിയ ചുമയും. രാത്രിയില് നല്ല തണുപ്പും. അവിടെ സൗകര്യമില്ല, താഴെ തറയിലിരുന്ന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ടും ദേ വാണ്ടഡ് ഇറ്റ് മോർ. നമ്മളിവിടൊക്കെ ഇപ്പോഴൊന്നും അതുവല്ലതും നടക്കൂ. അല്ല, അതുകൊണ്ടാണ് ഞങ്ങള് ചെലവാണെങ്കിലും വീണ്ടും പോയി അവരെ ഹെൽപ്പ് ചെയ്യാം, ടീച്ചേഴ്സിനെ ഓറിയന്റ് ചെയ്യാം, ഇതെല്ലാം പറഞ്ഞു. സോ ഗോഡ് ഈസ് ഗിവിംഗ് us അതിനുള്ള ആരോഗ്യവും തരുന്നു, ആരോഗ്യവും പ്രേരണയും തരുന്നു ഇനിയും പോകാൻ. അടുത്ത പോക്കിന് ആസാം, മിസോറാം, മേഘാലയ എല്ലാം അവിടെ നിന്ന് റീച്ച് ചെയ്യാൻ. ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളായിരുന്നു ബാംഗ്ലാദേശിന്. ഞങ്ങൾ പോയി, ഇപ്പൊ കേറ്റത്തില്ല, ഈ പുതിയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൊണ്ട്. പിന്നെ 2 ഗേറ്റുകളുടെ മുമ്പിൽ പോയിട്ട് തിരിച്ചു പോരുന്നു, അവകാശം പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കയറാൻ. അദ്ദേഹം സാറ് വീണ്ടും ഒരു കാലം തന്നു, റിട്ടയർമെന്റ്. വൺ മോർ ടൈം. ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു താമസം. അവിടെ പിന്നെ കൊടും ചൂടുകൊണ്ടാ ബാംഗ്ലൂരിന് മാറിയത്. അദ്ദേഹം കൃപ തരുന്നു സാറേ. അതുപോലെ ഇന്ന് സാറിനെ കാണാൻ പറ്റിയത്, ഐ ഹാവ് അനദർ മീറ്റിംഗ്, ഇവാഞ്ചലിക്ക കൺവെൻഷൻ നടക്കുക, അതിന് കൂടേണ്ടതാ. എന്തായാലും സാറൻ നബി വിളിച്ചു പറഞ്ഞപ്പം പഴയ ഓർമ്മകളല്ലേ, നമ്മള് ഒരു കാലം വേലയിൽ ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യുന്ന കാലമെല്ലാം ഓർമ്മകളല്ലേ. ദൈവം ഇത്ര നാളും ക്ഷേമത്തോടെ സമാധാനത്തോടെ രോഗങ്ങളിലും ദുഃഖങ്ങളിലും മരണകരമായ സാഹചര്യങ്ങളിലും ഒക്കെ നടത്തി വീഴാതെ വണ്ണം അവന്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്നു. സ്തോത്രം.
ഓ, എത്ര കൃപയാ. അവന്റെ നാമം നമ്മുടെ നാവിലെടുക്കാൻ ഇന്നും ഭാഗ്യം അതെ തരുന്നില്ലേ? അതെ അതെ. ഇതിനൊക്കെ എന്ത് സ്തോത്രം. യോഗ്യത, ഇത്ര വിശ്വാസത്തോടെ നമ്മളെ ഏൽപ്പിച്ചില്ലയോ? PC തോമസ് സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, താങ്ക് യു. അടുത്ത ആഴ്ചയും സാറ് ഇങ്ങനെ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. കോശിത്തലക്കൽ സാറ്. ഓക്കെ സാറിന്റെ ഓക്കെ. ടെസ്റ്റിമണി തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാനൊന്ന് ഇറങ്ങുക. ആയിക്കോട്ടെ സാർ. ഓക്കെ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ഒരു മിനിറ്റ്. അപ്പം കൊച്ചിത്തലക്കൽ സാറ് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഞാനിത് ആശീർവാദം പറയാം. താങ്ക് യു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും നാം കേട്ട വചനത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സർ. Thank you, sir. Thank you. Thank you. Thank you.